അപ്പൊ എല്ലാവർക്കും എന്റെ നമസ്കാരം. നമസ്കാരം. വന്നല്ലോ വനമാല. ഡേയ്, നിന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഹാക്ക് ചെയ്തിട്ട് വേറെ അയച്ചതാണല്ലേ? ഞാൻ വിചാരിച്ചിടെ നീ ഹാക്ക് ചെയ്ത് നീ ചാറ്റ് ചെയ്തെന്നിടെ തെറ്റിദ്ധരിച്ച്. ഓഹോ, നമ്മൾ ഇന്ന് 2 ആഴ്ച ആയതല്ലേ ഉള്ളൂ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഇൻസ്റ്റാഗ്രാം ഇറങ്ങിയ കാലഘട്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം ഇറങ്ങിയ കാലഘട്ടത്ത് ഇൻസ്റ്റാഗ്രാമിലില്ല, എന്നാലും ഒരു 5-6 വർഷത്തിന് മേളിലായി ഞാൻ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ അക്കൗണ്ട് ഒരുത്തൻ ഹാക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് അവൻ അവിടെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഞാൻ അക്കൗണ്ട് തിരിച്ചു പിടിക്കും. അല്ലാണ്ട് ഞാൻ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് മുങ്ങത്തില്ല, കേട്ടാ? അത്രയ്ക്ക് ഉള്ള നന്മമരം അല്ല ഞാൻ. അതുകൊണ്ട് എന്റെ കുഞ്ഞ് ഇച്ചായന്റെ ആ ഒരു ഹാക്കിംഗ് വെർഷൻ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. നാളെ ഞാനൊരു കാട്ടാവരാതം കാണിച്ചെന്ന് വയ്ക്കുക. നല്ല 1-ാം തരം കമ്പി ചാറ്റ് ഞാൻ ചെയ്തിട്ട് ഒരു പെൺകുട്ടി എനിക്കെതിരെ ആരോപണമായിട്ട് വരുന്നു. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്ന ഈ നാറി എന്ത് വൃത്തികെട്ടവന്, അവൻ എന്നോട് ചാറ്റ് ചെയ്തത് ഇന്ന രീതിയിലാണ്, ഞാനാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ ഇന്ന വൃത്തികെട്ട രീതിയിൽ ചാറ്റ് ചെയ്തെന്ന് ഒരാൾ ആരോപണമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഉടനെ അങ്ങോട്ട് ഇടാനും, അയ്യോ അത് ഞാനല്ല, അയ്യോ ആരായിട്ടോ എന്ന് പറഞ്ഞിട്ട് അയ്യോ ആരോ ഹാക്ക് ചെയ്ത് എന്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തിട്ട് ആരോ ചാറ്റ് ചെയ്താണ്, ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞും കൊണ്ട് ഞാൻ വലിഞ്ഞ എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത്, എടേ ഇച്ചായ, നിന്റെ അടുത്ത് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, നീ ഒരാണാണ്, ചിലപ്പോ ഒരു കുൽസിതം കാണിച്ചേക്കും. ഒരു പെൺകുട്ടിയായാലും ചിലപ്പോൾ ഒരു കുൽസിതം കാണിച്ചേക്കും. അത് ചിലപ്പോൾ പ്രായത്തിന്റെ കുഴപ്പമാവും, എന്തു ആവും, വോട്ടെവർ. പക്ഷേ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നാൽ അവിടെ കാണിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്, അത് കാണിക്കുക. അത് കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന് മുന്നേ ആയാലും റിലേഷൻഷിപ്പ് ഉണ്ടോ നമ്മൾ പരസ്പരം ചതിക്കരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ചിലപ്പോൾ ചെറിയ കുൽസിതങ്ങൾ ഉണ്ടാവും. പ്രായത്തിന്റെ വിഷയങ്ങളാണ്, നമ്മൾ പല കേസുകളും കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല കാര്യമൊന്നും ഞാൻ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാലും ഞാൻ പറയുന്നതാണ്. പക്ഷേ റിലേഷൻഷിപ്പിലായ അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ എൻ്റെ മോനെ പറയുന്ന കാര്യങ്ങൾ ഫെയർ ആയിട്ട് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. നീ ഇപ്പൊ പറയുന്നല്ലോ ഹാക്കഡ് വെർഷൻ, ആ കഥ എനിക്ക് അങ്ങോട്ട് വിഴുങ്ങാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കുറെ അമ്മമാർ ഇത് കേൾക്കുമ്പോൾ അയ്യോ എന്തോ സംഭവമാണ് കേട്ടോ, ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവർ ചിന്തിക്കും. ആ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടന്ന് 2 പറയുന്നത്. പിന്നെ നിന്റെ അത്രയും വ്യൂവർഷിപ്പിലൊന്നും എൻ്റെ പോകത്തില്ല, അതുകൊണ്ട് തന്നെ ചിലപ്പം അത്രയും ആൾക്കാരിലേക്ക് എത്തത്തില്ല. എന്നാലും ഒരു 2 പേര് കണ്ടു കഴിഞ്ഞാൽ അവരെങ്കിലും മനസ്സിലാക്കട്ടെ. അപ്പൊ നീ അങ്ങ് തുടങ്ങും, നമുക്കൊന്ന് പൂരിപ്പിക്കാം. ഇപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കാണാൻ പോകുന്ന ഈ വീഡിയോ ഇത് എത്ര മിനിറ്റ് ഉണ്ടോ അത്ര മിനിറ്റിരുന്ന് കാണണം എന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണണം, കേട്ടോ? ഞാൻ ഫുള്ളായിട്ട് കണ്ടാ, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. നീ വോയിസ് റെക്കോർഡ് അടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പണ്ട് നിന്റെ കുൽസിത ചാറ്റ് ചെയ്തതിന്റെ കൂടെയുള്ള ടീംസിന്റെ എന്ന് പറഞ്ഞും കൊണ്ട് നീ വോയിസ് അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് ഇരുന്ന് സംസാരിച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ട വോയിസ് ആണെന്ന് ഏത് മണ്ടനും കണ്ടാൽ അറിയാം, കേട്ടാ? നിങ്ങൾ ഓഗസ്റ്റ് 12 എങ്ങാണ്ട് ആ സാധനം ഫോർവേഡ് ചെയ്ത് മാറ്റിയിട്ടുള്ള സാധനമായിട്ടാണ് അതിൽ ഡേറ്റ് കാണിക്കുന്നത്. ഒരിക്കലും അത് നിങ്ങൾ അറിയാതെ കോയിൻസിഡന്റ് ആയിട്ട് സംസാരിച്ചല്ല, പ്ലാൻ ചെയ്ത് വിളിച്ച് സംസാരിച്ചിട്ട് കോൺഫറൻസിൽ ആഡ് ചെയ്ത് ആ സാധനം റെക്കോർഡ് ചെയ്ത് വിട്ടതാണ് നിന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. കേട്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് നീ കൂടുതൽ മെഴുകാൻ നിൽക്കല്ലേ. എടേ, നിനക്ക് പറ്റിക്കാൻ പറ്റും. ഈ കുറെ പാവപ്പെട്ട അമ്മച്ചിമാരെയും കുറെ ചേച്ചിമാരെയും അവരൊക്കെ ചിലപ്പം ഒരു നിമിഷമെങ്കിലും ഒന്ന് പതറി വിശ്വസിച്ചു പോകും. പക്ഷെ നീ എന്നെ പറ്റിക്കാൻ നിൽക്കല്ലേ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ കുറച്ച് യൂട്യൂബിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കില്ലേ. നമുക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാടേ, നിന്റെ ഇൻസ്റ്റാഗ്രാം ഹാക്കായി പോയിട്ട് നീ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ ഒരു ഇരിപ്പ് വശം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന ഇത് നിങ്ങൾക്ക് പല ആളുകൾക്കും വ്യക്തമാകുന്നില്ല, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഊഹിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനുഷ്യനല്ലേ എങ്ങനെ പോകും. അപ്പൊ ഞാൻ മനുഷ്യനല്ലേ എങ്ങനെ പോകും? നീ പറയുന്നത് അല്ലെങ്കിലേ ഒരു വെടുപ്പില്ല. സത്യമുള്ള കാര്യം പറയാം, അങ്ങൊന്നും തൊടാതെ എന്തൊക്കെയോ വായി തോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകും, ഒന്നും മനസ്സിലാവാറില്ല. ഇത് ഏതാണ്ടൊക്കെ ഞാൻ ഒരു 2 വട്ടം ഇരുന്ന് കണ്ടപ്പോഴാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിന്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക്ഡ് വെർഷൻ, ആ ഹാക്ക്ഡ് വെർഷനാണ് നല്ലൊരു വെർഷൻ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? പിന്നെ നമുക്കൊക്കെ പരമസുഖമല്ലേ. നിനക്കല്ലേ സുഖം ഇപ്പൊ കൂടുതലിരിക്കുന്നതും സുഖം കൂടുതൽ കൊടുക്കുന്നതും സുഖിപ്പിക്കുന്നത് ഹരം കൊള്ളിപ്പിക്കുന്നത്. അത് നമ്മളാരും അല്ലല്ലോടാ, നീ അല്ലടാ കൂട്ടാ, നീ അല്ലടാ കിടിലം. പോട്ടെ.
നിങ്ങളിപ്പോൾ നന്നായിട്ട് ഇരിക്കുവാണോ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? പക്ഷെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയാണ്. എന്നാൽ ഞാൻ അതിനൊക്കെ ഓവർകം ചെയ്യും, ഉറപ്പായിട്ട് ഓവർകം ചെയ്യും. കാരണം ദൈവം എന്ന് പറയുന്ന ഒരാൾ, ഞാനിത് എപ്പോഴും ദൈവത്തിനെ കൂട്ടുപിടിക്കുന്നത്, വേറെ എനിക്കാരും കൂട്ടുപിടിക്കാനില്ല. എൻ്റെ അപ്പനും അമ്മയുണ്ട്, അവരെ ഞാനിപ്പോഴും അങ്ങനെയല്ല, ഞാൻ ദൈവത്തിനാണ് കൂട്ടുപിടി. കാരണം ഞാൻ എന്താണെന്നുള്ളത് എൻ്റെ ദൈവത്തിനാണ് വ്യക്തമായിട്ട് അറിയാവുന്നത്. ഇനി ദൈവത്തിനെയും കൂടി കൂട്ടുപിടിയടാ. അത് തന്നെ ഞാനും പറയും. എന്തിനടാ നിന്റെ അപരാധമല്ല അങ്ങേരുടെ ലിസ്റ്റിൽ കൊണ്ടിടുന്നു? നിന്റെ കാട്ടപരാധങ്ങൾ ഇരുന്ന് കാണുക അല്ല ദൈവത്തിന്റെ പണി. ഇവർക്ക് വേറെ ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്. അതിന്റെ ഇടയിൽ നിന്റെ കാട്ടപരാധത്തിന്റെ അവീത കഥ കൊണ്ട് അങ്ങേരെ ഇടയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറയാ? പിന്നെ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, അത് വേറൊരു സത്യം. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ കടന്ന് ഇപ്പൊ ഇത്ര ഇമ്രക്കുറ വരയ്ക്കുന്നത്. എടേ മെഴുകരുത്. ഒരു പെൺകുട്ടിയുടെയോ 2 പെൺകുട്ടിയുടെ ചാറ്റുകളല്ല, പല പെൺകുട്ടികളുടെ. പിന്നെ നീ പറഞ്ഞല്ല നിന്റെ ഇൻസ്റ്റാഗ്രാം ഹാക്കഡ് വെർഷൻ ആണെന്ന്. വാട്സപ്പ് ചാറ്റ്, അതിന് നീ എന്ത് ഉത്തരം പറയും? വാട്സപ്പ് ചാറ്റ് ഞാനിവിടെ കൊടുക്കണോ? ഞാൻ കൊടുക്കില്ല. കാരണം അത് കൊടുക്കാനുള്ള റൈറ്റ്സ് എനിക്കില്ല. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തങ്ങ് ഇട്ട് കൊടുക്കും. അല്ലാത്ത പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നീ അതുകൊണ്ട് മെഴുകരുത്. എന്റെ പൊന്നിച്ചായ നീ മെഴുകരുത്. വാട്സപ്പ് ചാറ്റ് അടക്കമുണ്ട്, അതിന് നീ ഉത്തരം പറയേണ്ടി വരും. എന്നെ കൊണ്ട് എല്ലാം കൂടി വാരി അടുപ്പിക്കരുത്, എനിക്ക് താല്പര്യമില്ല. നീ എങ്ങനെയെങ്കിലും ജീവിച്ചു പോ. ഇത്രയും പോക്കൃത്തനങ്ങളും കാട്ടാപ്പുകളും കാണിച്ച് ഇനി മാന്യമായിട്ട് എങ്ങനെയെങ്കിലും നീ ജീവിച്ചു പോകാൻ നോക്ക്. ആ പെണ്ണിനെ വീണ്ടും വീണ്ടും വലിച്ചിട്ട് അവളെ കരിവാരി തേക്കാൻ നീ ശ്രമിക്കണ്ട. നടക്കില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം സമ്മതിക്കത്തുമില്ല. ഒരു പെണ്ണാണ്, അതും നിന്നെ പൊന്നുപോലെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു പെണ്ണാണ്. അവളുടെയാണ് നീ ജീവിതം തൊലച്ച് നാറാണത്താക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പൊന്നു മോനെ, ഇനി വായ്ത്താളോട്ട് നിന്റെ കൊണയടിയായിട്ട് വരാൻ നിൽക്കരുത്. ചുമ്മാ ഓരോ ചാറ്റുകൾ എടുത്ത് ഇടിയിപ്പിക്കരുത്. വയ്യ. നീ നാറത്തുള്ളൂ. ഞാൻ ഇപ്പോഴും പറയാൻ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് നീ നാറത്തുള്ളൂ. പിന്നെ നീ കേസും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല കാര്യം, വളരെ നല്ല കാര്യം. അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും നീ നാറത്തുള്ളൂ. വാട്സപ്പ് ചാറ്റ് അടക്കം കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്, കണ്ടതാടാ. അതുകൊണ്ട് എന്റെ പൊന്നുകൂട്ട, സ്നേഹം കൊണ്ട് പറയാണ്, നീ മാറി മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്കിയിരുന്നാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നാറ്റത്തിൽ നിന്നും പെരിയ നാറ്റത്തിലോട്ട് പോകും. പിന്നെ എടുത്ത ഫോർച്യൂണർ EMI ആണോ അല്ലേന്നൊന്നും എനിക്കറിയത്തില്ല. അതിന്റെ അടവടിച്ച് തീർക്കാനുള്ള കാട്ടാപ്പാണെങ്കിൽ നടക്കട്ട്, നമുക്ക് ഒരു ഫോർച്യൂണർ എടുക്കാമെന്നേ ഞാനും പറയുന്നുള്ളൂ. ചിലപ്പോൾ എൻ്റെ അപ്പനമ്മയ്ക്ക് പോലും ചിലപ്പം ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് കാണുന്നതും അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ദൈവത്തിനാണ് അത് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഞാൻ ദൈവത്തിന് ഇതെല്ലാം വിട്ടുകൊടുക്കുകയാണ്. ഓഹോ, ദൈവത്തിന് നിന്റെ അപരാധ കഥകളും കേട്ട് ദൈവത്തിന് ഇതിനൊരു കൺക്ലൂഷൻ കണ്ടെത്തലല്ലേ ജോലി. ഇതിന്റെ കൺക്ലൂഷൻ ദൈവമൊന്നും വേണ്ട, നമ്മളെ പോലുള്ളവന്മാര് മതിയിട. നമ്മൾ ഇതിന്റെ കൺക്ലൂഷൻ ശരിയാക്കി തരാം. അതുകൊണ്ട് ദൈവത്തിന് കൂട്ടുപിടിക്കില്ല. ദൈവം ഇതിട്ട് അങ്ങനെ കാര്യം ചോദിക്കി ജീവിക്കട്ടെ. എന്റെ അഭിഹിത ചാറ്റ് പുറത്തു വന്നു. എന്റെ അഭിഹിത ചാറ്റ് പുറത്തു വന്നു. അത് ഒരെണ്ണമാണ് വന്നിരിക്കുന്നത്. അത് 2-3 സ്ക്രീൻഷോട്ട്. വളരെ വ്യക്തമായിട്ട് അവർ ആ സ്ക്രീൻഷോട്ടുകൾ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അതിന് ഞാൻ അവർക്ക് ഒരു ഭയങ്കരമായിട്ടൊരു കൈയടി കൊടുക്കുകയാണ്. എല്ലാരും കൈയെടുത്തെടുത്ത് ചാറ്റ് നല്ല ചാറ്റ് ഇടുന്നു, നല്ല അടിപൊളി ആരം കൊള്ളിപ്പിക്കും. ഇഞ്ചിന്റെ കണക്ക് പടവലെങ്കിൽ ഇഞ്ചിന്റെ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തോന്നടേ ആരം കൊള്ളിക്കുന്നല്ലേ നിങ്ങൾ? കൊള്ളാം, കണ്ട് ഞാനും കണ്ടായിരുന്നു. ഞാൻ മാത്രല്ല, എല്ലാരും കണ്ട്. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഒരു വ്യക്തി ഒരാളുടെ അടുത്ത് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ പറയുന്ന ചാറ്റ് ഒരു 2 സ്ക്രീൻഷോട്ടാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നുള്ളൂ. ആ 2 സ്ക്രീൻഷോട്ടാണ് അവരുടെ കയ്യിലുള്ളൂ. അവർക്ക് കിട്ടിയേക്കുന്ന അത്രേ ഉള്ളൂ. കാരണം ഈ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഞാൻ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ഈ പറയുന്ന വ്യക്തി, അത് ഞാനായിട്ടുള്ള പ്രശ്നമുള്ള വ്യക്തി, ഈ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളല്ല എനിക്കറിയാം. അവരുടെ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല പേഴ്സണലി. കാരണം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അവർക്കല്ലേ അറിയത്തുള്ളൂ. കുഴപ്പമില്ല, ഒരു നാൾ നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് പേഴ്സണൽ എന്നുള്ളതെല്ലാം പ്രൈവറ്റ് ആയിട്ട് പബ്ലിക്കായിട്ട് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഞാൻ അതുകൊണ്ട് എന്താ പറയാ, ഒരുപാട് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെയും വരട്ടെ. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. കുഴപ്പമുള്ള കാര്യമല്ല, നല്ല കാര്യമാണ്. അതെന്ത് മറ്റേടുത്ത വർത്താനോടാ? നീ അപരാധം കാണിച്ചെന്ന് പറഞ്ഞ് നമ്മൾ അപരാധം കൂടി എന്തിനാ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? അത് മോശോടാ. നീ ഹരം കൊള്ളിക്കുന്ന പോലെയൊന്നും ആരെയും ഹരം കൊള്ളിച്ചിട്ടില്ലടാ. എന്നാലും അതും മോശമായി പോയിട്ടാ. നീ പെട്ട് ബാക്കിയുള്ളവനും കൂടി പെടണമെന്ന് പറയുന്ന ഒരു കേസ്. എന്നാലും ഞാൻ സിംഗിളാ കേട്ടാ, അതുകൊണ്ട് ഞാൻ സേഫാ. ഇനി പെണ്ണ് കെട്ടിയിട്ട് ഞാൻ എന്തെങ്കിലും അപരാധം കാണിച്ചു കഴിഞ്ഞിട്ട് അവള് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എടുത്ത് വെച്ച് എന്നെ അലക്കട. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് പറയാം? എന്തായാലും ഞാൻ സേഫാ, ആ കാര്യത്തിൽ ഞാൻ സേഫാ. അതുകൊണ്ട് നീ പേടിക്കണ്ട. പിന്നെ എന്റെ ചാറ്റ് എങ്ങാണ്ട് വരും എന്ന്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ റിയാക്ട് ചെയ്തവരുടെ ചാറ്റ് എങ്ങാണ്ട് വരും എന്നതാണ് നിന്റെ ഒരു ആഗ്രഹമെങ്കിൽ വരുമ്പം കാണാം. അല്ലാണ്ട് എന്ത് പറയാം, പാക്ക തന്നെ പുറ എന്താ കളിയോട് ആട്ടത്തെ. അപ്പോഴ് പറഞ്ഞാട്ടെ. എന്നാലും വേണ്ടായിരുന്നടാ, നീയും പെട്ട് നമ്മളെയും കൂടി അതിന്റെ ഇടയിൽ വലിച്ചിടണമായിരുന്നു. അത് മോശോടെ, മോശം. എന്തായാലും കൊള്ളാടാ. എടാ, നീ ആ പെണ്ണിനെ കെട്ടിയതെങ്ങാണ്ട് 2019 കണ്ട് കഴിഞ്ഞിട്ടില്ലേ? 2020 ആ ഒരു കാലഘട്ടത്തിൽ എന്തോ ആണ് ഈ ചാറ്റുകളൊക്കെ നീയൊക്കെ ചെയ്യുന്നത്. മോശോടാ. 2021 എന്തോ ആണ് മോശം, വളരെ മോശം. നീ തന്നെ നിന്നെ മനസ്സിലാക്കണം, നീ ഒരു നാറിയാണെന്ന്. അത് നീ മനസ്സിലാക്കി സ്വയം അറിഞ്ഞു പെരുമാറുക എന്ന ഒരു മോട്ടിവേഷനാണ് എനിക്ക് തരാനുള്ളത്. കണ്ട സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെങ്ങനെ എടുക്കുന്നത്? കാരണം അത് വളരെ ഇതായിട്ടുള്ള രീതിക്കുള്ളതാണ്. അതൊരു ആളുടെ പബ്ലിക് എന്താ വെച്ചാൽ പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ച് വരെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതൊക്കെ എന്താ പറയണേ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ മറ്റേ ജോഡി സിംസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. അപ്പം നമ്മളൊരു കേരളത്തിൽ കഞ്ഞിയും കപ്പയൊക്കെ തിന്ന് വളരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ഒരു പയ്യനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം.
അതെന്താടാ കഞ്ഞിയും കപ്പയും തിന്നുന്നവന് വികാരം ഇല്ലേ? ജോണി സിൻസിനെ നീ ഇതിന്റെ ഇടയിൽ പിടിച്ചിടുന്ന എന്തിന്? അങ്ങനെ കാര്യം നോക്കി നടക്കില്ല. എനിക്കും ഈ പോൺ സ്റ്റാറിൽ ആണുങ്ങളുടെ പേര് വലുതായിട്ട് അറിയത്തില്ല കേട്ടോ. 1-2 പേരുടെയൊക്കെ പേരൊക്കെ അറിയത്തുള്ളൂ. എന്നാൽ ഒട്ടുമിക്ക പോൺ സ്റ്റാർ ആക്ട്രസിന്റെ പേരുകൾ നമുക്ക് അത്യാവശ്യം അറിയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിലോട്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് നീ അങ്ങനെ പറയരുതടാ കുട്ട, നീ എന്നെ കൊണ്ട് മിണ്ടല്ലേ അതില് നമ്മൾ തമ്മിൽ അങ്ങനെ വേണോ? എന്താടാ ഇച്ഛായ നീ പോൺസ്റ്ററിന്റെ കേസൊന്നും പിടിച്ചിട്ടല്ലേ, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നീ അത് പോട്ടെ, അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം, നിന്റെ കുൽസിത. അപ്പൊ ചാറ്റ്, ഈ കണ്ട ചാറ്റ്, ഇത് ശരിക്കും സംഭവിക്കുന്നത് 4 വർഷം മുന്നെയാണ്. അത് നിങ്ങൾ കേൾക്കണം. 2020-2025 ആണെങ്കിൽ 2022 തുടക്കമോ അല്ലെങ്കിൽ 2021 ലാസ്റ്റോ. കാരണം എന്റെ ഒരു വേണ്ടപ്പെട്ട എന്റെ ഫാമിലിയിലുള്ള ഒരാളുടെ കല്യാണത്തിന്റെ ദിവസമാണ് ഈ കാര്യം നടക്കുന്നത്. അന്ന് രാവിലെയാണ് ഈ കാര്യം ഞാനെന്ന് പറയുന്ന വ്യക്തി, ഈ പറയുന്ന പെൺകുട്ടിക്ക് ചാറ്റ് ചെയ്തു എന്ന് ഇവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പറയുന്നത്. അപ്പൊ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് കല്യാണത്തിൽ നിൽക്കുമായിരുന്നു. ഏകദേശം ഒരു ഉച്ച സമയം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഞാൻ ഓഡിറ്റോറിയത്തിൽ നിൽക്കുകയാണ്. കറക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ റിസപ്ഷന്റെ സമയം ഓഡിറ്റോറിയത്തിൽ ഞാൻ എന്റെ കാറിന്റെ അകത്ത് ഞാനും എന്റെ കൂട്ടുകാരും കൂടെ ചെറുതടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഉള്ള കാര്യം പറഞ്ഞാൽ ചെറുതടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കള്ളുകൂടി ഗവൺമെന്റ് അംഗീകരിച്ചാണല്ലോ, അതുകൊണ്ട് എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല. 2 പേർക്ക് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഓഹോ, ഗവൺമെന്റ് അംഗീകരിച്ച കാര്യങ്ങൾ നോക്കിയിട്ടാണ് നീ ജീവിതം ജീവിക്കുന്നത് അല്ലടാ കുട്ട. നിനക്ക് ഈ അപരാധങ്ങളെല്ലാം കാണിക്കാൻ ഗവൺമെന്റ് അംഗീകാരം തന്നിരുന്നത്, സീലടിച്ച്. അത് കൊള്ളാലോടെ. അയ്യോ, ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ നീ അങ്ങ് ചെയ്യുമല്ലേ? എന്നാൽ ഗവൺമെന്റ് പറയുന്ന പോലെ അണ്ണാടാ നീ കേട്ട് ജീവിക്കുന്നത്. അയ്യോ, അവന്റെ മുടന്ത ന്യായീകരണം. എടാ കുട്ടാടായി ഡൈ, ഈ കണ്ടോണ്ടിരിക്കണവന്മാരെല്ലാം പൊട്ടന്മാരല്ല. ചിലപ്പോ നീ പറയുന്നത് വിശ്വസിക്കുക, അയ്യോ ഇവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന്. പ്രത്യേകിച്ച് നിന്റെ ഹാക്കായെന്ന് പറഞ്ഞപ്പോഴേ നിന്നെ ഞാൻ വിധി എഴുതിയടാ കുട്ടാ. നിന്റെ ഹാക്കഡ് വർഷം നമുക്ക് സംസാരിക്കാം, അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ചാറ്റ് നമുക്ക് വേണ്ടപ്പെട്ട പെൺകുച്ചിന് വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഞാൻ ആവശ്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അറിയില്ലല്ലോ. ഒരാൾ നമ്മൾ ചോദിക്കുകയാണ് ആണോ നമുക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി. ആ ഇൻസ്റ്റാഗ്രാം ഞാൻ 2020 തോന്നുന്നു, 2020 ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റാഗ്രാമാണ്. അത് അന്ന് 50K ഫോളോവേഴ്സ് ഉണ്ട്. 50K ഫോളോവേഴ്സ് ഉള്ളത് കേട്ടോ. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു, നീ അവനാണോ അയച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അടിച്ചിട്ട് പവർ അടിച്ചു. ഞാൻ നേരെ മൊബൈൽ നോക്കണം. അപ്പൊ എന്റെ കസിൻസ് എല്ലാം കൂടെ, കൂട്ടുകാരെല്ലാം കൂടെ ഉണ്ട്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ പറയുന്ന ഒരു അക്കൗണ്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ ഈ വ്യക്തിനെ വന്നിട്ട് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഞാൻ അയച്ച എന്റെ അക്കൗണ്ട് കാണുന്നില്ല, എനിക്ക് എന്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങൾ ഈ അക്കൗണ്ട് എനിക്ക് മെൻഷൻ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പറയുന്ന വ്യക്തി അടുത്ത് ബ്രോ ഞാനിപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. അയച്ചപ്പോൾ സത്യം പറഞ്ഞു വളരെ ഇതായിട്ട് ഞാൻ അയച്ചത്. നിങ്ങൾ കണ്ടല്ലോ, അത് ഒരു 3-4 നമ്പർ ഉണ്ടായിരുന്നു തോന്നുന്നു. 3-4 സ്ക്രീൻഷോട്ട് 3-4 അത് ഇതന്നെയാണ് കിട്ടിയെന്ന് അറിയില്ല. എനിക്ക് അയച്ചാൽ എടുത്ത് വെച്ചാൽ 2 തന്നെ എനിക്ക് തന്നെ, എനിക്ക് വ്യക്തമല്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ നോക്കി ആളുടെ പേര് സെർച്ച് ചെയ്തപ്പോൾ കാണുന്നില്ല. ആ അക്കൗണ്ട് കാര്യങ്ങൾ ബ്ലോക്കാണ്. ഞാൻ ഈ പറയുന്ന വ്യക്തിയോട് ഇപ്പൊ എന്റെ സുഹൃത്തായ വ്യക്തിയോട് പറഞ്ഞാൽ ഞാൻ അവനെ അന്നാണ് കാണുന്നത്. പക്ഷേ ഈ പറയുന്ന വ്യക്തി എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവനാണ് എന്റെ നമ്പർ ഈ പറയുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത്. അവന്റെ ഒരു കുറച്ച് വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് ഞാൻ ടാറ്റു അടിക്കാൻ വേണ്ടി ടാറ്റു ഷോപ്പിൽ ഇറങ്ങുന്ന സമയത്തായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു കുറെ പേര് ഇങ്ങനെ മെസ്സേജ് ഞാൻ അയച്ചു എന്നുള്ള രീതിയിൽ ഈ പറയുന്ന വ്യക്തി, അതായത് ഞാനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി, ഈ എന്താ പറയുക ആരാച്ചേ അപവാദം എന്റെ പേരിൽ അടിച്ചിറക്കിയത്. അത് അപവാദമാണോ അത് സത്യമാണോ എങ്ങനെയാണുള്ളത് കാലം തെളിയിക്കട്ടെ, അതെനിക്ക് കുഴപ്പമില്ല. കാലം തെളിയിക്കുന്നതിലോട്ട് വരട്ടെ. ഞാനൊരു കാര്യം പറയട്ടെടാ കുട്ടാ. ഒരു പെൺകുട്ടിയല്ല, ഒരുപാട് പെൺകുട്ടികൾ, എനിക്ക് തോന്നുന്നു ഒരു 5-6 പെൺപിള്ളേരെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. 5-6-7-8 ഒക്കെ ഉണ്ട്. എൻ്റെ ചാറ്റ് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ചാറ്റ് കിടപ്പുണ്ട്. ഞാൻ കണ്ടതാ, ഞാൻ ഇരുന്ന് വായിച്ചത്. വാട്സപ്പ് ചാറ്റ് അടക്കം കയ്യിലുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്റെ പൊന്നുകുട്ട വരവാൻ നിൽക്കല്ലേ. പിന്നെ നിന്റെ അടുത്ത് ചാറ്റ് ചെയ്ത പെൺപിള്ളേരെല്ലാം പതിവ്രതകളാണെന്ന് ഞാൻ പറയത്തില്ല. നീ അങ്ങോട്ട് കുളിച്ചതെന്ന് പറഞ്ഞപ്പം അത് കേട്ടോണ്ട് ഇളിച്ചോണ്ടിരുന്ന ടീംസൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവളുമാരെയും ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല. ഒരുത്തായി വന്നിട്ട് ഇളിച്ച് കാണിച്ചാവാൻ മറ്റേ സാധനത്തിന്റെ അളവ് പറയുമ്പോൾ കേട്ട് വിളിച്ചോണ്ടിരുന്നിട്ട് മറ്റേ പൂച്ചയും പട്ടിയും കുരങ്ങൊക്കെ ഇങ്ങനെ മൂഞ്ചി പൊത്തി കാണിക്കുന്ന സാധനങ്ങൾ അയച്ചുകൊണ്ടിരുന്നവളുമാരെയും ഞാൻ നല്ലതെന്നൊന്നും പറയൂല. അതുകൊണ്ട് വിട്. നീ ചാറ്റിന്റെ കേസ് കള്ളമെന്നൊന്നും പറയില്ല എന്റെ പൊന്നുകുട്ട. നീ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തെന്നൊന്നും പറയില്ല. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ കുറെ കൊല്ലം കൊണ്ട് ഉപയോഗിക്കുന്നതാ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ഇപ്പോൾ ഒരാളെടുത്തെന്ന് വെക്കുക. ഇപ്പം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഹാക്ക് ചെയ്തെടുത്തെന്ന് വെക്കുക. അങ്ങനെ ഞാൻ ഹാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ട് ഞാൻ അതുവഴി അപരാധം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അക്കൗണ്ടിന് നമുക്ക് നേരെ പോയിട്ട് നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡ് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. യൂസർ ഐ ഡി അല്ല, പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അതിന്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ OTP വെച്ചിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ചേഞ്ച് ചെയ്യുമല്ലോ നമ്മുടെ മെയിൻ ഡിവൈസ്, ആ ഡിവൈസിൽ ഉള്ള സാധനം അപ്പുറത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗ് ഔട്ട് ആവും. അവിടെ അടുത്ത് പാസ്വേഡ് അടിക്കാനായിട്ട് ചോദിക്കും. അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇവന്റെ അപരാധ ചാറ്റ് പോയി എന്ന് പറഞ്ഞും കൊണ്ട് ഇനി ജനങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടെന്നും ഈ കേസ് കുഞ്ഞാറ്റ അറിഞ്ഞപ്പോ അല്ലെങ്കിൽ കുഞ്ഞാറ്റ ഇതിനെ അറിഞ്ഞ് വിഷയമാകണ്ട എന്നുള്ള സാധനം വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവൻ മുൻകൂട്ടി കൊണ്ട് ഇവൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിനെ ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് വിചാരിക്കും? അവൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതെന്തോ ഹാക്ക് ചെയ്ത് സംഭവം ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി കുഞ്ഞാറ്റയായാലും ഇത് കാണുന്ന സമയത്ത് അവൾ വിചാരിക്കും അങ്ങനെ തന്നെ എന്റെ ഇച്ഛായൻ ട്രൂ ലവ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഈ സാധനം ഹാക്ക് ആയതുകൊണ്ടാണെന്ന് വിശ്വസിച്ച് അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തെന്ന്
ഇവൻ വരുത്തി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനെ വരുത്തി തീർക്കുമ്പോൾ കുഞ്ഞാറ്റയുടെ മുന്നിൽ ഇവൻ നല്ല പിള്ളയാകും എന്ന് ഇവൻ വിചാരിച്ചു. പക്ഷെ പ്രഗ്നന്റ് ആയിരുന്ന സമയമായതുകൊണ്ട് കുഞ്ഞാറ്റയുടെ അടുത്ത് ഈ കേസ് പറയണ്ട എന്ന് പറഞ്ഞും കൊണ്ട് ഇവൻ എന്ത് ചെയ്തു? ഇവൻ എന്താ ചെയ്തത്? ആ സാധനം അവിടെ കോംപ്രമൈസ് ചെയ്ത് സോറി പറഞ്ഞു എന്നാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ ഒരു കോൺവെർസേഷന്റെ വോയിസും ഇവൻ എടുത്ത് വിടുന്നുണ്ട്. പെണ്ണുമായിട്ടല്ല, ഇവന്റെ 2 കൂട്ടുകാരന്മാരുമായിട്ട് സംസാരിക്കുന്നത്. വെറും ഫേക്ക. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടത്? നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഒരാളടുത്ത് പോയി സോറി പറയേണ്ടത്? ഇപ്പൊ ഞാനൊരു പെണ്ണിന്റെ അടുത്ത് മോശം ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ആ പെണ്ണ് ആരോപണമായിട്ട് മുന്നോട്ട് വരികയാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയ്യോ മറ്റൊരു വിഷമിക്കും, എന്റെ കുടുംബത്തിലുള്ളവർ വിഷമിക്കും, എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നു, അതുകൊണ്ട് അവള് വിഷമിക്കും, അവൾ അറിഞ്ഞാൽ നാണക്കേടാണ്, അല്ലെങ്കിൽ അവൾ വിഷമിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിച്ച് ഞാൻ എന്തിന് സോറി പറയാൻ പോണം? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ എന്തിന് സോറി പറയാൻ പോണം? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്റെ അക്കൗണ്ട് വഴിയാണ് പോയത് എന്ന് വെച്ചിട്ട് ഞാൻ സോറി പറയേണ്ട കാര്യമില്ല. ഞാൻ നിയമത്തിന്റെ സഹായം തേടി നിയമപരമായിട്ട് ഞാൻ തെളിയിക്കാൻ നോക്കും. അതുപോലെ നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ വേറൊരു ഫോണിൽ ലോഗിൻ ആയെന്നും ഒക്കെ നീ പറയുന്നുണ്ട്. നിന്റെ ഐഫോണാണ്, ആൻഡ്രോയിഡിലോട്ട് ലോഗിൻ ആയെന്ന്. ഈ പ്രത്യേകിച്ച് ഐഫോൺ യൂസേഴ്സിന്റെ സാധനങ്ങൾ ഹാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെ പറ്റത്തില്ല, അത് ഭയങ്കര റിസ്ക് ആണ്. എങ്കിലും ഭയങ്കര വലിയ ഹാക്കറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഹാക്ക് ചെയ്തെടുക്കും. ആൻഡ്രോയിഡ് ഫോണിലോട്ട് ലോഗിൻ ആയെന്ന് പറയുന്നത് നിന്റെ സാധനം ഹാക്ക് ചെയ്ത് പോയതൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ കാരണം യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്താവാം. അത് നീ തന്നെ ചെയ്തതല്ലെന്ന് എന്ത് തെളിവ്? ഇനി നിന്റെ വേറൊരു ആൻഡ്രോയിഡ് ഫോണിൽ വെച്ചിട്ട് നീ തന്നെ കൂട്ടിയ പരിപാടി അല്ലെന്ന് എന്ത് തെളിവുണ്ട്? അതുകൊണ്ട് നീ കൂടുതൽ അങ്ങോട്ട് വരാൻ നിൽക്കില്ലേ. ഇങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഹാക്കായി പോയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും മാറ്റിയാൽ മതി. യൂസർ ഐഡിയിലെ പാസ്വേഡ് മാറ്റിയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തുനിന്ന് ലോഗൗട്ട് ആവും. അതിന് നീ ചെയ്യാണ്ട് നിന്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറയും. നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ അതിന്റെ എല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ അത് മെയിനായിട്ട് നമ്മുടെ കയ്യിൽ വേണം, ആ ഫോൺ നമ്പർ ഉൾപ്പെടെ. അതുകൊണ്ട് നീ കിടന്ന് മെഴുകാൻ നിൽക്കല്ലേ. എടേ പൊട്ടന്മാരാക്കല്ലേ ജനങ്ങളെ. നമ്മളിത് ഇന്നലെ അല്ലേ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറഞ്ഞു. നീ തന്നെ നിന്റെ പ്രീവിയസ് വീഡിയോയിൽ പറയുന്നത് ഞാൻ അത്ര നല്ലവനൊന്നും അല്ലേ, തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് നടന്ന് ഇപ്പം ഇങ്ങനൊരു കള്ളക്കഥ വളച്ചൊടിച്ചെടുത്തോണ്ട് വരാൻ നീ ശ്രമിക്കുന്നില്ലേ? കാണുന്നവന്മാര് വിഡ്ഢികളല്ല മുത്തേ. ഇച്ചായ ഡേ പോ. അപ്പം ഈ പറയുന്നത് വെച്ച് ഞാൻ പറഞ്ഞു ഞാനല്ല അയച്ചേക്കുന്നത്, ഈ അക്കൗണ്ട് ബ്ലോക്ക് ആണ്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല പോയി എന്നുള്ളത്. ലാസ്റ്റ് ഭയങ്കര കുറച്ച് സംസാരം കുറച്ച് അതിൽ വിട്ടു. കാരണം നമ്മളല്ല ചെയ്തത് എന്ന് നമുക്ക് തെളിയിക്കണമെങ്കിൽ കാരണം എന്റെ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പോയെന്നാണ് എനിക്ക് അതിനറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തിന് നിൽക്കുവാണ്, എന്റെ റിലേറ്റീവിന്റെ കല്യാണത്തിനാണ്. ഞാൻ വൈകുന്നേരം പറഞ്ഞു. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കുന്ന കാര്യം ഞാനല്ല ചെയ്തിരിക്കുന്നത്, ഞാൻ അതിനുള്ള തെളിവുകളും കാര്യം ഞാൻ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ട് ഓൾറെഡി വേറെ ആർക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ആക്ടിവിറ്റി നമുക്ക് കഴിഞ്ഞപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും ഞാൻ 2020 തൊട്ട്, ഞാൻ 2018 തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഐഫോൺ ആണ്. ഞാൻ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാറില്ല. പക്ഷേ ആൻഡ്രോയിഡിന്റെ അകത്തുനിന്ന് അതിനകത്ത് ആക്ടിവേഷൻ അതും 2 ദിവസം മുന്നേ ആ അക്കൗണ്ട് ലോഗിട്ട് പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അത് നോക്കട്ടെ, ഞാനല്ല ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കേസ് കൊടുക്കണം. കേസ് കൊടുത്തു, പക്ഷേ ഞാനല്ല ചെയ്തത്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ കേസ് കൊടുത്തു. ഒരു കാരണവശാലും എന്റെ വൈഫിന് എന്റെ ആ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി വിളിച്ച് പറയരുത്. കാരണം ആ 7 മാസം പ്രഗ്നന്റ് ആണ്, 7 6 മാസം പ്രഗ്നന്റ് ആണ്. ഞാൻ അത് അയച്ചു കൊടുത്താൽ ഈ പറയുന്ന വ്യക്തിക്ക് വില ബുദ്ധിമുട്ടുണ്ടാവും. ലാസ്റ്റ് ഇത് ഞാനല്ല ഇത് തെളിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ ഓക്കെ ഞാൻ അല്ലാന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു. എടാ നിന്റെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് പോയാൽ പിന്നെ നീ അല്ലാതെ പിന്നെ ആര്? അയ്യോ, എന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു പൊറാട്ട് നാടകം. എടാ അത് പിടിക്കപ്പെട്ടപ്പോ നീ കിടന്ന് മെഴുകിയ സാധനമാണ്. എടാ 1-2 പെമ്പിള്ളേരല്ല കേട്ടോ വന്നിട്ടുള്ളത്. എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് അടക്കണ്ടേ? വാട്സപ്പിൽ നിന്റെ വാട്സപ്പ് ആരുടെ ഹാക്ക് ചെയ്തോണ്ട് ചാറ്റ് ചെയ്ത്? അതിന് ഉത്തരം താ നീ. ഉമ്മയുടെ ഇമോജിയൊക്കെ അയച്ചത് ഓർമ്മ ഇല്ലെങ്കിൽ നീ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ നിനക്ക് ആ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. നീ എനിക്ക് മെസ്സേജ് ഞാൻ അയച്ചു തരാം നിനക്ക് ആ സ്ക്രീൻഷോട്ട്. വരവല്ലേ ഇച്ചായ വരവല്ലേ? ഡേയ് കേട്ടാ കുട്ടാ, ചുമ്മാ കിടന്ന് നാടകം കളിക്കുന്നു. പിന്നെ കണ്ടോണ്ടിരിക്കണമാരെല്ലാം പോങ്ങന്മാരല്ലേ ഇവിടെ. അത് എനിക്ക് ഞാൻ കുറച്ച് വയസ്സായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്നത് ഓക്കെ വൈകുന്നേരം വിളിക്കാൻ നോക്കും. വൈകുന്നേരം വിളിച്ച് കുറേ അതിൻ്റെ 2 തവണ വേറെ ഇവരുടെ കസിൻസ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു ഞാനല്ല ചെയ്തത്. അത് വൈകുന്നേരം ഞാൻ ക്ലാരിഫിക്കേഷൻ തരാൻ പറഞ്ഞു. റിസപ്ഷൻ കഴിഞ്ഞു വീട്ടിലെത്തി. ഞാൻ അവിടെ എന്റെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അവിടെ എത്തി ഞാൻ അവിടെ മാറി നിന്ന് സംസാരിച്ചപ്പോൾ ഈ പറയുന്ന വ്യക്തി ഞാൻ കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ഈ പറയുന്ന പെൺകുട്ടിയുടെ വളരെ വേണ്ടപ്പെട്ട അനിയൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷനുള്ള ആളുകളെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാനല്ല ചെയ്തത്. അവർ വിശ്വസിച്ചു. പക്ഷേ എങ്കിലും ഇവരിങ്ങനെ എന്റെ ആ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കയറി നോക്കി. ഞാൻ അക്കൗണ്ട് അപ്പം ഈ പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ട്, അതായത് എന്റെ പറഞ്ഞു കഴിഞ്ഞാൽ വൈഫായിരുന്ന എക്സ് വൈഫായിരുന്ന ഈ വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അത് വേണം. കാരണം നമ്മളല്ല ചെയ്തേക്കുന്നത്. പക്ഷേ പെട്ടെന്ന് നമ്മൾ ഈ ഒരു മെസ്സേജോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദീനീയമായിട്ടുള്ള അവസ്ഥ. കാരണം കുഞ്ഞായിട്ട് നിൽക്കുന്ന സ്ത്രീ പെട്ടെന്ന് എങ്ങനെ ചിന്തിക്കാൻ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത് ഓക്കെ ഫൈൻ ഞാനല്ല ചെയ്തത്. പക്ഷേ നമുക്കൊരു കാര്യം ഇവന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഇനി അങ്ങോട്ടും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലിയ പ്രശ്നമാകും. കാരണം ഈ പറയുന്ന വ്യക്തി ആ വ്യക്തിക്ക് എന്തോ എനിക്ക് പ്രായം എന്താണ് പറഞ്ഞാൽ ഞാൻ വ്യക്തം ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ എന്ത് ചെയ്യണം, എന്റെ വൈഫ് ഇങ്ങനെ പ്രഗ്നന്റ് ആണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഇനി നമുക്കറിയാം ഞാൻ യൂട്യൂബ് കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന വ്യക്തി പറഞ്ഞു ഒരു കാര്യം, ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒരു സോറി അയക്കുക, പറ്റിപ്പോയി, അത് എന്താ പറയാ പറ്റിപ്പോയി പറഞ്ഞു. ഈ പെൺകുട്ടിക്ക് ഒരു മാപ്പ് പറഞ്ഞു. ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഈ പറയുന്ന പെൺകുട്ടി അയച്ചിട്ടുണ്ട്, മോളെ ഞാനല്ല അയച്ചത്, എനിക്ക് മോളെ അറിയില്ല. കാരണം അതിലൊരു കാര്യം പറയാം, ഈ പറയുന്ന മെസ്സേജ് നടന്നത് അന്നത്തെ ദിവസം തന്നെ, ഈ കല്യാണത്തിന്റെ ദിവസം രാവിലെയാണ് ഈ പറയുന്ന പെൺകുട്ടിക്ക് മെസ്സേജ് പോയതും ഇങ്ങനത്തെ വിഷയം ഉണ്ടാകുന്നു. അതിന് മുമ്പ് എന്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ എനിക്ക് പെൺകുട്ടി നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അല്ലെങ്കിൽ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ എനിക്ക് പെൺകുട്ടി അറിയില്ല, സത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാനല്ല, പക്ഷേ ഞാൻ പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് ഞാൻ കുട്ടിയോട് മാപ്പ് പറയുന്നത്. കാരണം അറിയാത്ത അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്, കാരണം എനിക്ക് കുട്ടി അറിയില്ല പോലില്ല. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് സോറി ചോദിക്കണം, ഇനി ഇതിനെപ്പറ്റി ഒരു പ്രശ്നം വരുന്നത്. കാരണം എന്റെ വൈഫ് ഞാൻ അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് വൈഫ് പ്രഗ്നന്റ് ആണ്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഞാനല്ല ഇത് ചെയ്തെന്ന് തെളിയിക്കുന്നതുകൊണ്ട്
അവരുണ്ടാവും, അതിന്റെ കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ചെയ്യുന്നത് 4 വർഷം മുന്നെയാണ് നോക്കണം കേസ്. നിർത്ത്. ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇപ്പൊ നീ പറയുന്നത് നിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത്, പക്ഷെ നീയല്ല അയച്ചത്, ഹാക്ക് ചെയ്ത് പോയി എന്നൊക്കെ നീ പറയുന്നുണ്ട്. എന്നാൽ നീ അങ്ങ് മാപ്പ് പറഞ്ഞു എന്നും നീ പറയുന്നുണ്ട്. ഓക്കെ, നീ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട എന്ന് വെച്ചിട്ടാണ് നീ മാപ്പ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും വലിയൊരു ഫോൾട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ആരാണ് ഹാക്ക് ചെയ്തതെന്നും അത് ആരാണെന്നും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നും നീ കണ്ടുപിടിക്കാൻ പോയില്ലേ? നീ പോലീസിൽ പരാതിപ്പെട്ടോ? അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയ സംഭവം നടന്നിട്ട് നീ എന്തുകൊണ്ട് കേസ് ഫയൽ ചെയ്ത് അതിന്റെ പിന്നാലെ പോയില്ല? അത് ആരാണ് ഇങ്ങനെ ഒരു തന്തയില്ലാത്ത പരിപാടി ചെയ്തതെന്ന് നീ അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ? ഞാനാണെങ്കിൽ പോകും. പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഒരാള് മോശമായിട്ട് പെമ്പിളായിട്ട് ചാറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ പിന്നെ അത് കേസ് കൊടുത്ത് മുന്നോട്ട് പോയി അത് ആരെന്ന് കണ്ടുപിടിക്കാണ്ട് എടൈ, നീ ഇച്ഛായ കളിക്കരുത്, വിട്ടികളാക്കരുത്. നീ തെറ്റ് സമ്മതിച്ചിട്ട് മാറി ഇരുന്നാൽ കൂടി പോ, പുല്ലെന്ന് പറഞ്ഞാൽ വിട്. പക്ഷെ ന്യായീകരിച്ച് മെഴുകരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. ഇത് കുറെ ആൾക്കാരൊക്കെ പറ്റിക്കാൻ പറ്റും. കുറെ വീട്ടമ്മമാരൊക്കെ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്. അവര് ചിലപ്പോൾ ഇതൊക്കെ വിശ്വസിക്കും. എടുത്തു വിഴുങ്ങാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് നീ കേസ് ഫയൽ ചെയ്യാതെ ഇങ്ങനെ അങ്ങ് വിട്ടല്ലേ? കൊള്ളാം, നല്ലതാടാ കുട്ട. അയ്യോ. അത് കഴിഞ്ഞ് ഞാൻ എന്താ കാര്യം എന്ന് പറയുന്നത്, അത് ഇതുപോലെ തന്നെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് 1-2 അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു. അത് അവരോട് ഞാൻ പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൊടുത്തു. അതിനുശേഷം ഈ അക്കൗണ്ട് ഞാൻ എന്റെ എക്സ് വൈഫ് ആയിരുന്ന ആൾ ഉൾപ്പെടെ എന്റെ ആ 50,000 ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്റെ എക്സ് വൈഫ് ആയിരുന്ന ആൾ ഇപ്പോൾ വലിയൊരു ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻസ്റ്റാഗ്രാമിൽ വെണ്ടക്ക അക്ഷരത്തിൽ സ്റ്റോറിയും ഹൈലൈറ്റിൽ ഞങ്ങൾ ഇട്ടിരുന്നായിരുന്നു. എന്റെ അക്കൗണ്ട് 50,000 ഉള്ള അക്കൗണ്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു. ഈ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പേർക്ക് മെസ്സേജുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളല്ല, അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇട്ടാണ്. ഓഹോ, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന്റെ 50,000 ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത? നീ അത് തെളിയിക്കണമായിരുന്നു. നീ തെറ്റ് ചെയ്തിട്ടില്ല, നീ ജെന്യൂൻ ആയിരുന്നെങ്കിൽ നീ അത് തെളിയിക്കേണ്ട കേസാണ്. അത് മാത്രമല്ല, ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് നീ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ട് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല? കാരണം നിന്റെ അക്കൗണ്ട് യൂസ് ചെയ്ത് ഏവളെങ്കിലും ഇതുപോലത്തെ അപരാധം കാണിച്ചു കഴിഞ്ഞാൽ നീ അത് കൈയും കെട്ടി നോക്കിയിരിക്കുവോ? അത് കൊള്ളാലോടാണെങ്കിൽ നീ ഒരു മുത്തുമണി തന്നല്ലോ. ഇത് നീ വിചാരിക്കുന്ന പോലത്തെ അപ്പൂപ്പ കേസല്ല. നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് മെനയുമ്പോ ഈ സാധനം അവസാനം എല്ലാം കൂടി കുത്തിപ്പൊങ്ങും. വാട്സപ്പ് ചാറ്റ് അടക്കം കുത്തിപ്പൊങ്ങും. സൂക്ഷിച്ച് നിന്നോ. ഉമ്മോയിക്കണ ഇമോജി ഓർമ്മയുണ്ട? ഇല്ലെങ്കിൽ ഞാൻ അയച്ചുതരാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇടും, ഞാൻ നിനക്ക് അയച്ചുതരാം. അപ്പൊ നിനക്ക് ഓർമ്മ വരും. ഇത് നീ ഇവിടെ നിന്ന് ഇടിച്ച് നിൽക്കൂല കേട്ടാ. ഇച്ചായ കള്ളത്തനൊന്നും വേണ്ട, മതിയാക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ മെസ്സേജ് അയച്ച വ്യക്തി ഞാനല്ല. കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു എതിരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ജെൻഡറായിട്ട് നമ്മളൊന്ന് ചാറ്റ് ചെയ്ത് ആദ്യം തന്നെ ഞാൻ അത്ര ഞാനോ അല്ലെങ്കിൽ ഞാൻ അത്ര മറ്റേ മൂത്ത് പറഞ്ഞ ആളൊന്നുമല്ല. ഞാൻ അത്രയും ഇതായിട്ട് പറയുന്നത് അങ്ങനെ നടക്കുന്ന ഒരാളല്ല. അപ്പോൾ ഈ പറയുന്ന വ്യക്തി പെൺകുട്ടി രാവിലെ കണ്ടു, ഞാൻ കല്യാണത്തിൽ ഇറക്കാൻ തുടങ്ങി. ഈ പറയുന്ന ഡേറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വേണമെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞാൽ ഞാൻ ആ വ്യക്തി, ഞാൻ എന്റെ ഫാമിലിയുള്ള ആൾ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചത്. കാരണം ഞാൻ ഇവിടെ നമ്മുടെ മുരിക്കാശ്ശേരി പള്ളിയുടെ പോലീസ് സ്റ്റേഷൻ അവിടെ കൊണ്ടുവന്നിട്ട് വലിയ ഇതുണ്ട്. കാവനാലോ അങ്ങനെയല്ലോ ഇങ്ങോട്ടെ അവിടെ ഓടിച്ചോടിയാണ് ഇവിടെ. അന്ന് രാവിലെ കല്യാണത്തിന്റെ രാവിലെയാണ് ഈ പ്രശ്നം നടക്കുന്നത്. അത് ഇവരാണ് എന്റെ ഡേറ്റ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ മെസ്സേജ് വന്ന സമയം കാര്യങ്ങൾ പറയുന്നത്. കാരണം ഞാൻ കല്യാണത്തിൽ കാര്യങ്ങൾ എനിക്ക് അത്ര വേണ്ടപ്പെട്ട ആളാണ്. എനിക്ക് ഞാൻ ആ റീൽ പ്രകാരം ഞാൻ കാരണം എന്റെ ഫാമിലിയിലും എന്റെ വേണ്ടപ്പെട്ട എന്റെ കൂട്ടുകാരെല്ലാം വളരെ വിഷമത്തിൽ വളരെ നാളെ കിട്ടുന്നത്. എന്റെ കൂട്ടുകാർ അവരോട് ചോദിക്കുന്നത് നിന്റെ കൂട്ടുകാരനല്ലേ, നിങ്ങൾ നാളില്ല. അപ്പം ഞാൻ ഒരാളുടെ പേര് പറഞ്ഞതിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് പറയുന്നില്ല. അപ്പം കാരണം ഞാൻ നാളെ നാളെ നശിച്ച് മറ്റിങ്ങനെ അടിക്കണം എങ്കിലും എനിക്ക് ഒരു പക്ഷേ ഞാൻ വേറെ നാട്ടിലോർത്താണ് ഞാൻ ഒന്നും പറയാതെ ഇരിക്കുന്നത്. അപ്പം പ്ലേസ് ഞാൻ പറഞ്ഞു. അപ്പം ഞാനല്ല ഇത് അയച്ചേക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു കാര്യമുണ്ട്. ചാറ്റ് GPT എന്ന് പറയുന്ന അല്ലെങ്കിൽ AI എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞാൻ ഒരാൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ ഫോട്ടോ കൊടുത്ത് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ആ വ്യക്തിക്ക് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്ക് അടിച്ചു കൊടുക്കാറില്ല. കാരണം മലയാളത്തിൽ പറഞ്ഞാൽ മലയാളം ഉണ്ടാവും, എനിക്കറിയില്ല. ഞാൻ ഒരു വ്യക്തിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് വ്യക്തി ഇങ്ങനെ മെസ്സേജ് അയച്ചു വളരെ വളരായിട്ട്. അപ്പം ആ രീതിക്കുള്ള ഈ കണ്ടന്റ് കാര്യങ്ങൾ അയച്ചു കൊടുത്ത് ഇങ്ങനെയാണ് അയാൾ എനിക്ക് അയച്ചിങ്ങനെ റിപ്ലൈ. ഇതിന് മാത്രം ശത്രുത നിന്നോട് ആർക്കടാ? നീ ആരുടെ വല്ല മറ്റേ പിടികിട്ട പുള്ളി വല്ലാണ്. പിന്നെ AI വന്നത് ഏത് കാലഘട്ടത്തിടെ? നീ ചാറ്റ് ചെയ്ത കാലഘട്ടത്തിലാ? ഇതാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് കുറെ ആൾക്കാരെ വിഡ്ഢികളാക്കാൻ പറ്റും. പക്ഷെ നമ്മളെപ്പോലെ ബോധം ഉള്ളവന്മാർ കുറെ ഉണ്ടെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. നീ പറയുന്നത് വിശ്വസിച്ച് കൈയടിക്കാൻ കുറെ പേര് ചിലപ്പോൾ കാണും. ന്യായീകരിച്ച് മെഴുകരുത് കുട്ടാ, നീ തന്നെ നാറും. കാരണം എന്റെ കയ്യിൽ കിടക്കുന്നത് ഒരുപാടുണ്ടേ. എല്ലാം ഒന്നും വായിച്ചു പോലും ഞാൻ തീർന്നില്ല. വെറുതെ സമയം കിട്ടുമ്പോൾ ഹരം കൊള്ളിക്കാനായിട്ടൊന്ന് വായിക്കാം. കൊള്ളാം. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. എന്റെ പൊന്നിച്ചായി ഇതിനു ശേഷം നീ ഒരുപാട് ന്യായീകരിക്കുന്നുണ്ട്. മറ്റേ വീടിന്റെ വൃത്തിയുടെ കേസൊക്കെ. ഒറ്റയ്ക്ക് താമസിച്ചാലും 4 പേരായിട്ട് താമസിച്ചാലും നമ്മുടെ വീട് നമ്മൾ നിൽക്കുന്ന സ്ഥലവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇതുപോലെ വലിച്ചുവാരി എടുത്ത് എറിഞ്ഞിട്ട് പോലെ നിട്ടിട്ട് പോകരുത്. നീ പറയുന്നുണ്ട് നീ വടക്കി താമസിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് പോയ സമയത്തുള്ള സംഭവമാണ്. ഓണർ വന്നിട്ട് പിന്നെ എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് എടുത്തതായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 2 ദിവസം താമസിച്ചിട്ട് നീ പോകുന്ന സമയത്ത് നിനക്കത് നേരെ അടുക്കി വെച്ചിട്ട് പോകാനുള്ള ഒരു മാനേഴ്സ് എനിക്കില്ലേ? അതുകൊണ്ട് നീ കൂടുതൽ ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കല്ലേ. അതിനെല്ലാം വശങ്ങൾ വേറെ ഉണ്ട്. ആ തീറ്റ കേസൊക്കെ വിട്ട് പോ. നീ ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഇത് നീ ഒരു നല്ല ഒന്നാന്തരം ഒരു ഉൾട്ട സാധനമാണ് അടിച്ചു വെച്ചിട്ടുള്ളത്. കാണുന്ന ജനങ്ങളെ പൊട്ടന്മാരല്ല കേട്ടോ. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കുന്നത് നിനക്ക് നല്ലതായിരിക്കും.
നിങ്ങൾ എല്ലാവരും കൂടി വളഞ്ഞിരുന്ന് പ്ലാൻ ചെയ്ത് സംസാരിച്ച ഒരു വോയിസും കൂടി റെക്കോർഡ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സഭാഷണം അങ്ങ് വിശ്വസിക്കും ചില മണ്ടന്മാര് അല്ലെങ്കിൽ മണ്ടികൾ. എന്നാലും ബോധവും വിവരം പൊക്കണമുള്ളവർ ഇതൊക്കെ തിരിച്ചറിയും. അതെനിക്ക് പറയാനുള്ളൂ. കൂടുതൽ ന്യായീകരിച്ച് മെഴുകരുത്. ഈ പറയുന്ന പോലെ നീ ഏതോ യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുത്തെന്നും പിന്നെ കുഞ്ഞാറ്റയ്ക്കെതിരെ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല കാര്യം, നീ കേസ് കൊടുത്ത് അവിടെ പോകണം. അപ്പോഴേ ബാക്കി ചാറ്റും കൂടി എടുത്തങ്ങ് കാണിക്കാൻ പറ്റത്തുള്ളൂ. അതോടെ പെടും. എന്റെ പൊന്നളിയ, നീ വിചാരിക്കുന്നു കുഞ്ഞാറ്റയുടെ കയ്യിൽ ഒന്നും ഇല്ലെന്നാണ് നീ വിചാരിക്കുന്നത്. നിനക്ക് തെറ്റി. വാട്സപ്പിൽ വരെ അയച്ചിട്ടുള്ള മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് എന്റെ മോനെ നീ പെടും. ഉള്ള കാര്യം പറയാൻ നീ പെട്ടും. നീ നാണം കെട്ടത് ഈ ലെവലല്ല, ഇതിന്റെ പീക്ക് ലെവലിൽ നാണം കെട്ടും. വാടച്ച് മിണ്ടാതിരുന്ന ചിലപ്പോൾ നിനക്ക് സേഫ് ആവട്ടെ ഇങ്ങനെ പോകാൻ പറ്റും. അല്ലെങ്കിൽ നീ വീണ്ടും നാറും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു രീതിയിലും നീ അടപടലം ചാഞ്ഞൊട്ടുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് നീ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഈ മണ്ടബുദ്ധി തന്നെ ഒക്കെ ആരാണ് ഇപ്പൊ പറഞ്ഞു തരണമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നല്ലപോലെ നിനക്ക് ആരോ ക്ലാസ് എടുത്ത് തരുന്നു എന്ന് മാത്രം മനസ്സിലാക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.